നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. താൻ ഉൾപ്പെടെയുള്ള RSSകാരാണ് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്ന കുപ്പി സുബീഷിൻ്റെ വെളിപ്പെടുത്തൽ ദൃശ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. ഇത് എന്ത് കാര്യങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ഒപ്പം ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം AKG ഭവനിൽ യെച്ചൂരിക്ക് നേരെ ഉണ്ടായ ആക്രമണം മുതൽ ഇപ്പോൾ കോഴിക്കോട്ടും കേരളത്തിലുടനീളവും നടക്കുന്ന അക്രമ പരമ്പരകൾ അമിത്ഷായുടെ കലാപസൂത്രം ആണോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ഫസലിനെ കൊന്നത് RSSകാർ തന്നെയെന്ന് കൊലപ്പെടുത്തിയവരിൽ ഒരാളായ RSSകാരൻ സുബീഷ് തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ ഉടനീളം നടക്കുന്ന സംഘർഷങ്ങൾ അത് ഡൽഹിയിലെ AKG ഭവനിൽ നിന്ന് തുടങ്ങിയതാണ്. അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിൽ നടക്കുന്ന. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറയുമ്പോൾ ഇത് അമിത്ഷായുടെ സൂത്രമാണോ ഈ കലാപങ്ങൾ എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP വക്താവ് ശ്രീ MS കുമാർ, CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ, ഒപ്പം ശ്രീ കാരായി രാജനും ഈ ചർച്ചയിൽ ചേരും. ശ്രീ MS കുമാർ, രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വേണ്ടത്. ഒന്ന്, ഈ ഫസലിനെ കൊലപ്പെടുത്തിയതിന് കാരായിമാർ വല്ലാതെ യാതന അനുഭവിച്ച് വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സുബീഷിൻ്റെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആൾ എന്ന് തന്നെ വ്യക്തമായി പോലീസിനോട് പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അത് RSSന് കൃത്യമായ പങ്കുള്ള ആസൂത്രിത കൊലപാതകമാണ് ഫസലിൻ്റേത് എന്ന അന്നത്തെ NDFൻ്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള വിശദീകരണമാണ്. എന്താണ് BJPക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ലാലേ, മറ്റൊരു വലിയ നുണക്കഥ കൂടി നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സാമൂഹിക ജീവിതത്തെ വളരെ ദോഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു യുദ്ധ അന്തരീക്ഷം കേരളത്തിലുണ്ട്. അത് തന്നെ ഒരു നുണ പ്രചരണത്തിൻ്റെ ബാക്കിയാണ്. ഡൽഹിയിലെ CPM ഓഫീസിൽ 2 ക്രിമിനലുകൾ കയറി അക്രമം കാണിക്കാൻ ശ്രമിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളത് പ്രചരിപ്പിച്ചു RSSൻ്റെ പ്രവർത്തകരാണ്, സംഘപരിവാറിൽപ്പെട്ടവരാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പ്രചരണം അടച്ചുവിട്ടത്? അതിൻ്റെ അടുത്ത ദിവസം കേരളത്തിലെ മുഴുവൻ BJP ഓഫീസ്, RSS കാര്യാലയങ്ങൾ, BMS ഓഫീസുകളൊക്കെ ആക്രമിക്കപ്പെട്ടു. ഇപ്പോഴിതാ ഇങ്ങനെ ഒരു നുണക്കഥയുമായി നിങ്ങൾ വരുന്നു. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 2016 നവംബറിൽ 16-ാം തീയതിയോ 17-ാം തീയതിയോ ആണ് ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഈ ശ്രീ സുബീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 3 ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മജിസ്ട്രേറ്റ് കോടതി പരാതിപ്പെട്ട് സെർച്ച് വാറണ്ട് വാങ്ങിയാണ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നത്. ആ 3 ദിവസം കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായി അയാളെ കൊണ്ട് പറയിപ്പിച്ചതാണിത്. അതാണ് ഇപ്പോൾ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പേ 164 അനുസരിച്ച് മൊഴി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ പീഡിപ്പിച്ച് എന്നിൽ നിന്ന് എനിക്കിഷ്ടമില്ലാത്ത, എനിക്കറിയാത്ത, എനിക്ക് താല്പര്യമില്ലാത്ത, എനിക്ക് ഒരറിവുമില്ലാത്ത വിഷയങ്ങളെ കൊണ്ട് എന്നെ മൊഴി വാങ്ങിപ്പിച്ചു, എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ചു എന്ന് അയാൾ മജിസ്ട്രേറ്റിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ 2 DYSPമാർക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. ശരി, ഈ സുബീഷ് ആ കാര്യം ഇപ്പം നിങ്ങൾ പുറത്തു വിട്ടതിൻ്റെ പിന്നിൽ വേറൊരു ദുരുദ്ദേശമുണ്ട്. ശ്രീ MS കുമാർ, ഇതിപ്പോൾ ഞങ്ങളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. എല്ലാ മാധ്യമങ്ങളും ഇത് ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എല്ലാവർക്കുമുള്ളൊരു സംശയം ഞാൻ അങ്ങയോട് വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പോൾ പീഡിപ്പിച്ച, പോലീസ് പറയിപ്പിച്ച ഒരു ശരീരഭാഷയല്ല ഈ കുപ്പി സുബീഷിൻ്റെതായിട്ട് നമ്മൾ കാണുന്നത്. വളരെ കൃത്യമായി നല്ല ആരോഗ്യവാനായി നിൽക്കുന്ന സുബീഷാണ് ഫസലിനെ കൊലപ്പെടുത്തിയ കൃത്യത്തിൻ്റെ വിവരണം തത്സമയം നമ്മൾ കാണുന്നത് പോലെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൊരുത്തപ്പെടുന്നില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത മൊഴിയിൽ അത് പറഞ്ഞില്ലല്ലോ. അതാണല്ലോ പ്രധാനം. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന മൊഴി യാതൊരു തരത്തിലും പ്രാധാന്യമുള്ളത്. മറ്റൊന്ന്, വേറൊരു സംഭവം കൂടി. ഇതെങ്ങനെ, ഇതാരാ അന്വേഷിക്കുന്നത്? ഇത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് CBI അന്വേഷിച്ച കേസാണ്. ഈ സംഭവം നടക്കുന്നത് 2006-ലോ 2007-ലോ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഏത് വർഷം? 2006. അന്ന് കേരളം ഭരിക്കുന്ന ആരാ? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി. ഈ സംഭവം ഉണ്ടായ അന്ന് സംശയമുണ്ട്. 2006 അല്ലെങ്കിൽ 2007. അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം ഉണ്ടായ ഉടൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇത് RSSകാരാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു.
അവിടെയുള്ള മുഴുവൻ RSSകാരെയും RSSകാരായിരുന്നവരെയും ഇനി RSSകാരാകാൻ സാധ്യതയുള്ളവരെയും എല്ലാം പോലീസ് ശരി, ചോദ്യം ശ്രീ ചെയ്തു. ഞാൻ എം. എസ്. പറയട്ടെ, കുമാർ. എനിക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ അവസരം തരൂ പ്ലീസ്. 6 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി, ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചു. എങ്ങനെയെങ്കിലും ഇത് RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. അവസാനം ആ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള പോലീസ് കണ്ടെത്തിയതാരെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലെ പോലീസ് പ്രതികളെ പിടിച്ചത് മാർക്സിസ്റ്റുകാരെ. എന്താ അതിൻ്റെ അർത്ഥം? ഇന്ന് ശ്രീ കോടിയേരി പറഞ്ഞു അത് അന്വേഷണം സുഗമമായില്ല, കള്ളക്കേസ്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്ത് നടന്നതൊക്കെ ഇത്തരത്തിലുള്ള അന്വേഷണമാണോ? അന്ന് അറസ്റ്റ് ചെയ്ത ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 10 വർഷമായി ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സുബീഷ് പോലീസിനോട് പറഞ്ഞ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ദേഹോപദ്രവം ഏൽപ്പിച്ചോ സമ്മർദ്ദപ്പെടുത്തിയോ സുബീഷിനെ കൊണ്ട് ഇത് പറയിക്കുന്നതാണെന്ന് ഒരാൾക്കും അത് പറയാൻ സാധിക്കുന്ന രീതിയിലല്ല. ഒരു ഒളി ക്യാമറ വെച്ച് ഇത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ കാര്യങ്ങൾ സുബീഷ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? ലാല് പറയുന്നത് ഒരു സാധ്യതയെക്കുറിച്ച്, ഞാൻ പറയുന്നത് നടന്ന കാര്യങ്ങളെക്കുറിച്ച്. പോലീസ് അന്വേഷണം നടത്തി ഇത്ര വിദഗ്ധമായി 7 DYSPമാരുടെ നേതൃത്വത്തിൽ 6 മാസക്കാലോ 7 മാസക്കാലോ അന്വേഷിച്ചിട്ടാണ് അതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇത് പറഞ്ഞില്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി സമരം ചെയ്തില്ലല്ലോ. കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനുശേഷം കൊല്ലപ്പെട്ട ഫസലിന്റെ ഈ കാര്യത്തെക്കുറിച്ച് ശ്രീ MS കുമാർ, അന്ന് മുതൽ തന്നെ ഫസൽ വധിക്കപ്പെട്ട നിമിഷം മുതൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് NDFന്റെ ആരോപണമാണ്, RSS ആണ് ഈ കാര്യം ചെയ്തതെന്നാണ് തുടക്കത്തിൽ പുറത്തേക്ക് വന്ന കാര്യങ്ങൾ. പറഞ്ഞിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണ പറഞ്ഞത്, NDFകാർ പറഞ്ഞത് മാർക്സിസ്റ്റുകാരാണെന്ന്. അതുകൊണ്ടാണല്ലോ അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി ഇത് അന്വേഷിക്കാൻ CBIയോട് പറഞ്ഞപ്പോഴാണ് വീണ്ടും കേസ്. അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് ഉൾപ്പെടുത്തിയ പ്രതികളെ ആരെയും CBI ഒഴിവാക്കിയില്ല, പകരം 3 ആളെ കൂടി പ്രതിയാക്കി. അതല്ലേ സത്യം? നിങ്ങൾക്ക് അന്നൊന്നും ഇല്ലാത്ത പ്രതിഷേധം 10 വർഷത്തിന് ശേഷം ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഇനി ഇങ്ങനെ ഒരു മൊഴി ആരെങ്കിലും കൊടുത്താൽ അത് നിൽക്കുമോ? അത് നിലനിൽക്കില്ല എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും അറിയാമല്ലോ. ഇങ്ങനെ മൊഴി പറയണമെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 അനുസരിച്ച് പറയണം. ശരി, ആ മൊഴിയിൽ ഇയാൾ പറഞ്ഞിട്ടില്ല, എന്നെ പീഡിപ്പിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരായി രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കാരായി രാജൻ, ഈ കുപ്പി സുബീഷിന്റെ മൊഴിയോടെ സത്യം പുറത്തു വരുന്നു എന്നാണോ കരുതേണ്ടത്? സത്യം ഒരു കാലത്തും അധികകാലം മൂടി വെക്കാൻ പറ്റില്ല എന്നാണല്ലോ സാമൂഹ്യ നിയമം. ആ സാമൂഹ്യ നിയമം വളരെ വ്യക്തമായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന്റെ ഒരു വസ്തുതാപരമായ ഒരു പരിശോധനയിലേക്ക് കടന്നു ചെന്നാല്, ഫസൽ കൊല്ലപ്പെട്ട ദിവസം തന്നെ NDFന്റെ നേതാക്കന്മാർ RSSന്റെ പങ്ക് വളരെ വ്യക്തമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. RSSകാർ പങ്കെടുക്കുന്ന സമാധാന യോഗത്തിൽ, ഫസലിന്റെ കൊലയാളികൾ ഇരിക്കുന്ന യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോക്ക് നടത്തുകയും RSSനെതിരെ അന്ന് വ്യാപകമായ പ്രതിഷേധവും NDFന്റെ ഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് ഈ കൊലപാതകം, ഫസൽ കൊലപാതകം RSS നടത്തിയതാണ് എന്ന് നാട്ടുകാരൊന്നടങ്കം അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കേസിനെയാണ് വളരെ ബോധപൂർവം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി CPIMന്റെ തലയിൽ കെട്ടിവെച്ച് നിരപരാധികളെ കുറെ വർഷങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് വളരെയേറെ സന്തോഷവും അഭിമാനവും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഈ മൊഴി പുറത്തു വന്നിട്ടുള്ളത്. ഈ മൊഴിയെക്കുറിച്ചിപ്പോ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സംഘപരിവാര പ്രസ്ഥാനങ്ങളായിരിക്കും. പക്ഷെ സുബീഷിന്റെ മൊഴി നോക്കിക്കാണുന്ന ഏതൊരാൾക്കും വളരെ കൃത്യതയോടുകൂടി അയാള് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാം. ശ്രീ കാരായി രാജൻ, പക്ഷേ BJP ഈ പറയുന്നത്, ശ്രീ MS കുമാർ ഉൾപ്പെടെ ഈ ചർച്ചയിലുണ്ട്, അദ്ദേഹം ഒക്കെ പറയുന്നത് ഇത് കാരായിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, CBIയുടെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തുന്ന ശ്രമമാണ്, സുബീഷിനെ പീഡിപ്പിച്ചാണ് ഇങ്ങനെയൊക്കെ പറയിച്ചത് എന്നാണ്. സുബീഷിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, സുബീഷ് ജയിലിൽ നിന്ന് മോചിതനായിട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് കുറെ മാസങ്ങളായി. സുബീഷ് ഇന്നുവരെ തന്നെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഒരു ഡോക്ടറെയോ ഏതെങ്കിലും ഒരു ആശുപത്രിയോ സമീപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സുബീഷ് ഇതിന് ശേഷം 10-15 ദിവസം ഭാര്യ വീട്ടിൽ നീലേശ്വരത്ത് താമസിച്ചിട്ടുണ്ട്. ഭാര്യ വീട്
ഒരു CPM അനുഭാവിയുടെ വീടാണ്. 15 ദിവസത്തോളം സുബീഷ് അവിടെ താമസിച്ചു. പല ദിവസങ്ങളും നാട്ടിൽ താമസിച്ചു. സുബീഷിന് ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ അയാൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ നേടിയോ? ഇനി അതുമാത്രമല്ല, സുബീഷിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാം. കൂത്തുപറമ്പ് ആശുപത്രിയിൽ പോയി പരിശോധന നടത്തിയപ്പോ ഡോക്ടറോട് പറയുമ്പോ തനിക്കൊരു പരിക്കുമില്ല എന്നും ഒരു കുഴപ്പമില്ല എന്നും ആകെയുള്ളത് മൂത്ര തടസ്സമുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ട് എന്ന ഒരു വിഷയം മാത്രമാണ് സുബീഷ് പറഞ്ഞിട്ടുള്ളത്. വൂണ്ട് സർട്ടിഫിക്കറ്റിലില്ല. മജിസ്ട്രേറ്റിനോട് പോലും പറഞ്ഞിട്ടില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ സാധാരണഗതിയിൽ പറയാമല്ലോ. അതുപോലും പറയാതെ ഇത് പീഡിപ്പിച്ച് പറയുന്നതാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെന്താണ് മറുപടി? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോ പീഡിപ്പിച്ചിട്ടല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു RSSകാരനോട് പറഞ്ഞ കാര്യങ്ങളാണ്. RSSകാരൻ പീഡിപ്പിച്ചിട്ട് പറയിപ്പിച്ചതല്ല. അപ്പോ പോലീസ് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനുള്ള കൃത്യമായ മറുപടി ഇതൊക്കെ തന്നെയാണ്. RSSും BJP എത്ര തന്നെ മറച്ചു വെച്ചാലും കഴിയുമെങ്കിൽ ശ്രീ കാരായി രാജനോട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് CPM പ്രതികളാക്കപ്പെട്ടതെന്ന്. ഞാൻ ചോദിക്കട്ടെ, കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹമാണോ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയ നിങ്ങൾക്കെതിരായിട്ട്? അതിലെ പ്രതികളായി പിടിക്കപ്പെട്ട കൂടുതൽ പേരും കോടിയേരി ഭാഗത്തുള്ളവരാണ്. നിങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാണോ? അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? ശ്രീ MS കുമാർ, ഇപ്പോൾ ശ്രീ കാരായി രാജൻ മറ്റൊരു ചർച്ചയിലും കൂടിയാണ്, അതിനിടയിലാണ് നമ്മളോടൊപ്പം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് മറുപടി കുഞ്ഞിക്കണ്ണൻ നമ്മളോട് പറയുന്നതാണ് കരുതേണ്ടത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ കാര്യത്തിലുള്ള ഒരു മറുപടി താങ്കളിൽ നിന്ന് എടുത്തതിന് ശേഷം രണ്ടാമത് ഞാനൊരു ചോദ്യം ശ്രീ MS കുമാറിനോട് ചോദിക്കാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അതിലേക്ക് എത്താം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. സുബീഷിൻ്റെ മൊഴിയുടെ വീഡിയോ ദൃശ്യങ്ങളും ശബ്ദരേഖയും കാണുന്ന ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മൊഴി അദ്ദേഹം കൊടുത്തത് എന്ന് ഒരു ഫീലിംഗും ഉണ്ടാവില്ല. അദ്ദേഹം തിരിച്ചറിവിൻ്റെയും ഒരു കുറ്റബോധത്തിൻ്റെയും സ്വരത്തിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഫസലിൻ്റെ സഹോദരൻ തന്നെ ഇപ്പോൾ കോടതിയിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് MS കുമാറിനെ പോലുള്ള സുഹൃത്തുക്കൾ, BJP നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, BJP ഇതിനു മുമ്പും കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത സംഘടനയാണ്. ഇപ്പോൾ തൊഴിയൂർ സുനിൽ വധം, ഒരു BJP പ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ CPMകാരെ പ്രതികളാക്കി. NDFും BJPയും ഒത്തുകളിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് കോടതിക്ക് CPM പ്രവർത്തകരാണെന്ന് എഴുതിയ കത്താണ് അതിനെ സംബന്ധിച്ചൊരു പുനരന്വേഷണം വന്നപ്പോഴെന്താണ്? BJP പ്രവർത്തകൻ്റെ കൊലക്ക് പിറകിൽ NDF ആണെന്ന് വ്യക്തമായി. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. BJPയും കേരളത്തിലെ സർവ്വ തീവ്രവാദ സംഘടനകളും തമ്മിൽ രഹസ്യബന്ധമുണ്ട്. ദേശീയ തലത്തിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക, ഇടതുപക്ഷത്തെ തകർക്കുക എന്ന അജണ്ടയുമായി എല്ലാ വർഗീയ തീവ്രവാദ ശക്തികളുമായിട്ട് പരസ്പരം പങ്കുവഹിക്കുന്നവരാണ് ഈ തീവ്രവാദ സംഘങ്ങൾ, പ്രത്യേകിച്ച് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയും. ദേശീയ തലത്തിലും കേരളത്തിലും BJPക്കുള്ള ഇത്തരം അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ച്, ഫസൽ വധത്തിൽ അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് കേരള സമൂഹത്തിൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പറഞ്ഞില്ല. ഇല്ല, അതിനകത്ത് ഒരു ചോദ്യം. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പം പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ മറുപടി പറയട്ടെ. അതിന് മുൻപ് എനിക്ക് ശ്രീ MS കുമാറിനോട് തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, നേരത്തെ ശ്രീ കാരായി രാജനും സൂചിപ്പിച്ചതാണ്, ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിലും അതിൻ്റെ സൂചനയുണ്ട്. അതായത് ഈ സുബീഷിനെ പീഡിപ്പിച്ചാണ് പറയിപ്പിച്ചതെങ്കിൽ അദ്ദേഹം ആശുപത്രിയിൽ പോയി അത് ചികിത്സിച്ചതിൻ്റെ രേഖകൾ ഉണ്ടാകണം. അത് നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കണം. ഒന്നത്, മജിസ്ട്രേറ്റിനോട് അദ്ദേഹത്തിന് പറയാമായിരുന്നു, എന്നെ പീഡിപ്പിച്ച് ഈ രീതിയിൽ പറയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, വല്ലാതെ സമ്മർദ്ദത്തിലാണ് എന്ന്. ഇത് രണ്ടും നടക്കാത്തതിന് എന്താണ് നിങ്ങളുടെ വിശദീകരണം? മജിസ്ട്രേറ്റിനോട് അദ്ദേഹം പറഞ്ഞില്ല എന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? മജിസ്ട്രേറ്റിനോട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എന്നെ പീഡിപ്പിച്ച് പറയിപ്പിച്ചതാണ്, എന്നെ വ്യാജമായ മൊഴി എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചു എന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. അതുകൊണ്ടല്ലോ അവിടെ ഈ സെർച്ച് വാറണ്ട് 3 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ടായിരുന്നത്. നിങ്ങളെന്താ അതെല്ലാം മറച്ചു വെക്കുന്നത്? ഫസലിന്റെ ഭാര്യ തന്നെയാണ് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയത്. യഥാർത്ഥ പ്രതി മാർക്സിസ്റ്റുകാരാണെന്ന് അന്ന് പറഞ്ഞതും ഇന്നും വിശ്വസിക്കുന്നതും അവർ തന്നെയാണ്. കേരള പോലീസും CBIയും എല്ലാം അന്വേഷിച്ചിട്ടും മാർക്സിസ്റ്റുകാരാണ് പ്രതികളെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അന്ന് കേന്ദ്രം ഞങ്ങൾ ഭരിക്കുന്നില്ല, കേരളം ഞങ്ങൾ ഭരിക്കുന്നില്ല, പോലീസ് അന്വേഷിച്ചത്. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും
ഈ കുപ്പി സുബീഷിന് മുൻപും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പ്രതിയായതിന്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഈ കാര്യത്തിൽ എങ്ങനെയാണ് പ്രതിയാകുന്നത് എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ഈ സുബീഷ് വിശദീകരിക്കണം. ഇതൊക്കെ പോലീസ് വിശദീകരിച്ചോളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂലേ, ഇപ്പോൾ സുബീഷ് എന്ന് പറയുകയാണ് ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് പോലെ കൃത്യമായി സുബീഷ് അല്ല ഇത് ചെയ്തത്, അയാൾ വെറുതെ പറയുന്നതാണ്, എന്നാൽ കൃത്യമായി ഇങ്ങനെയാണ് നടന്നത് എന്ന് പോലീസിന് പറയാൻ സാധിക്കണ്ടേ? അത് പോലീസല്ലേ പറയേണ്ടത്, അത് പറഞ്ഞോളും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോ സുബീഷിനെ ഇത് പറയുന്നെന്ന് പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പറഞ്ഞ് റെക്കോർഡ് ചെയ്യിക്കുന്നതിന് കടലാസിന്റെ വില പോലും ഇല്ല എന്ന് ഇത് ചെയ്തവർക്ക് അറിയാമല്ലോ. ശരി, അത് നിയമപരമായി പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യമാണ്. പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയാം. നിങ്ങൾക്കിപ്പോ CBIയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല എല്ലാത്തിലും പോകുന്നതെന്ന് വരുത്തേണ്ടതൊരു ആവശ്യമാണ്. കാരണം തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു CBI വിധി നിങ്ങൾ വല്ലാതെ ഭയക്കുന്നു. ആ വിധി വരുന്നതിന് മുമ്പ് CBIയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കാര്യത്തിൽ പല തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ രാജ്യത്ത് നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളെ കുറിച്ചും പറയാതെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെയൊക്കെ അന്വേഷണത്തിന്റെ ഫലങ്ങൾ വരികയാണെങ്കിൽ ആരൊക്കെയാണ് പേടിക്കുക എന്നുള്ളത് നമുക്ക് ഒന്നേന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ ചോദിച്ചാൽ ഇപ്പോഴും പറയുന്നില്ല. ഇപ്പോൾ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഇയാൾ ആശുപത്രിയിൽ പോയതിന്റെ രേഖകൾ കാണിക്കാൻ നിങ്ങൾക്കാകുന്നില്ല, സുബീഷിനാകുന്നില്ല? ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. ഒരു കേസ് അന്വേഷിച്ചാൽ കാരായി രാജന്റെയും കാരായി ചന്ദ്രശേഖരന്റെയും തലയിൽ ഇത് കെട്ടിവെക്കുമ്പോൾ അതല്ല ഞങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ വരുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത. ഇതെല്ലാം തെളിയിക്കാനും അന്വേഷിക്കാനും അതൊക്കെ കോടതി മുമ്പ് എത്തിക്കാനുള്ള ബാധ്യതയുള്ള പോലീസ് ഏജൻസികൾ ഈ രാജ്യത്തുണ്ട്. അവരത് ചെയ്തോളും. എന്റെ ചോദ്യമേ ഉള്ളൂ, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. രാഷ്ട്രീയ ചോദ്യം മറുപടി പറയട്ടെ. അതിന് മുൻപ് ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചു ഞാൻ KT കുഞ്ഞിക്കണ്ണനിലേക്കും സജീവനിലേക്കും പോവാം. അതായത് അമിത്ഷാ കേരളത്തിൽ നിന്ന് പോയതിന് ശേഷം ഡൽഹിയിൽ എത്തുന്നതിന്റെ പിറ്റേന്നാളാണ് AKG ഭവനിലേക്ക് ധൈര്യസമേതം നിങ്ങളുടേതല്ല എന്ന് നിങ്ങളും എന്നാൽ മറ്റുള്ളവർക്ക് അത് സംഘപരിവാറിന്റെ ഭാഗമാണെന്നും തോന്നുന്ന രണ്ടാളുകൾ AKG ഭവനിൽ കയറി ആക്രമിക്കുന്നത്. സമാനമായ രീതിയിൽ കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബോംബേർ വരുന്നത്, കേരളത്തിൽ ഉടനീളം വാർത്തകൾ വരുന്നത്, അതിന് പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് അമിത്ഷായുടെ സൂത്രമാണ് എന്ന് കോടിയേരി പറയുന്നു. ലാലെ, അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്നു ഡൽഹിയിലെ അക്രമത്തിൻ്റെ പിന്നിൽ RSS നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? ഇന്ത്യയിലൊട്ടാകെ 80ഓളം പ്രസ്ഥാനങ്ങൾ, 80-ലധികം പ്രസ്ഥാനങ്ങൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ ചിലരെല്ലാം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. മാവോയിസ്റ്റുകൾ അവർ ബോംബേർ നടത്തുന്നു, അവർ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടി പറയണം എന്ന് ഞങ്ങളാരും പറയാറില്ലല്ലോ. പക്ഷേ ശ്രീ ആ കാര്യത്തിൽ ഞാൻ അങ്ങയോട് തന്നെ ഒരു വിശദീകരണം തരികയാണ്. പല തവണ RSSുമായും BJPയുമായി ബന്ധപ്പെട്ട പല അതിഥികളും നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഞങ്ങൾ BJP ആണ്, അതേസമയം ഞങ്ങൾ RSS ആണ്, ഞങ്ങൾ സംഘപരിവാറാണ്, ഞങ്ങളുടെ കൂടെ ഒരുപാട് സംഘങ്ങളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു സേനകളുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള പേരുകളുണ്ട്. പേരുകൾ കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ ഇതിൽ പെടുന്ന പലതും ഞങ്ങളുടെ സംഘപരിവാറിൽ പെട്ടതാണെന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് പല വക്താക്കളും വന്ന്. അതെനിക്ക് ഓർമ്മയുണ്ട്, പേര് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സംഘപരിവാറിൽ പെട്ടവർ, ഇത്രയും ആളുകൾ ഈ രാജ്യത്ത് ഫേക്കായി വന്നിട്ടുള്ള ആളുകളാണ്, ഞങ്ങളുടെ പരിവാറിൽ വരുന്നതല്ല എന്ന് നിങ്ങളൊരു ലിസ്റ്റ് പുറത്തിറക്കുന്നതാണ് ഞങ്ങൾക്കൊക്കെ എളുപ്പം. ഇന്ന് RSSന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അവർ ഞങ്ങളുമായി ബന്ധമില്ലെന്ന്. അവർ പറയുന്നു ഞങ്ങൾക്ക് RSSും BJPയുമായിട്ട് ബന്ധമില്ല. പിന്നെ ഇനി ആരാ പറയേണ്ടത്? ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണോ ഒരാൾ ഏത് പാർട്ടിയാണെന്ന്? ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കായിട്ട് ആർക്കും വരാം. അവർ ഹിന്ദു സേന എന്ന് പറയുന്നു, വേറെ ഹനുമാൻ സേനയുണ്ട്, രാമസേനയുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളെന്ന് ഏറ്റെടുക്കണം. ശരി, അപ്പോൾ ഈ രാജ്യത്തൊരു ദേശീയ പാർട്ടിയുടെ നേതാവ്, ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ വിരലിലെണ്ണാവുന്ന നേതാക്കളിൽ ഒരാളായ യെച്ചൂരിക്ക് നേരെ കൈ ഓങ്ങിയാൽ പോലും, ദേഹത്ത് തൊടുക വേണ്ട, ദൂരെ നിന്ന് കൈ ഓങ്ങിയാൽ പോലും വലിയ രീതിയിൽ അയാളെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതില്ലാതെ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി തിരിച്ചു വന്ന മാധ്യമങ്ങളോട് അയാൾ പറയുകയാണ് ഇനിയും യെച്ചൂരി ഇതുപോലെ പറഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന്. ഇത് എന്ത് തരം പോലീസാണ്? അതെ, പോലീസ് അന്വേഷിക്കണം. പോലീസ് ഈ യെച്ചൂരിയുടെ കേസും ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. അത് അവിടെ പറഞ്ഞ ക്രിമിനലുകളെ പിടിച്ചോട്ടെ. പിന്നെ ബന്ധമുണ്ടെന്നാണ് കോടിയേരി പറയുന്നത്. അതെ, നേതാക്കളെ ആക്രമിക്കുന്നതിൽ കോടിയേരിക്ക് എന്ന് മുതലായി വേദന വന്നത്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കണ്ണൂർ എന്നപ്പോൾ ആക്രമിച്ചപ്പോൾ ഈ വേവലാതി ഒന്നും കണ്ടില്ല. ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതിനുള്ള പ്രതികാരമാണോ നിങ്ങൾ ഇപ്പോൾ CPMനോട് തീർക്കുന്നത്? CPMനോട് ഉമ്മൻചാണ്ടി ആക്രമിച്ചതിന്റെ പ്രതികാരം CPMനോട് ഞങ്ങൾക്ക് തീർക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു നേതാവിനെ കയ്യേറ്റം ചെയ്തും അധിക്ഷേപിച്ചും തീർക്കാൻ കഴിയുന്നതാണോ ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പാർട്ടിയുടെ നയവും? ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മനസ്സിലാകേണ്ടത് ആരാണ്, ആർക്കാണ്? നിങ്ങൾ ആവർത്തിച്ച് മറ്റേ ഹിറ്റ്ലറിന്റെ കൂട്ടുകാരനാവരുതേ.
ആവർത്തിച്ച് നുണ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കരുത്. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഹിറ്റ്ലറിന്റെ ഞാൻ ആവർത്തിച്ച് ആരാണ് എന്നാണ് കുമാറിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സംഭവമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അതിന്റെ നേതാക്കൾ അതിന്റെ സ്ഥലത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അവരും പറഞ്ഞു ഞങ്ങൾക്ക് RSS എന്താണ് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ യെച്ചൂരിയെ ആക്രമിച്ചത് ഹിന്ദുസേന എന്ന് പറയുന്ന സംഘടനയാണ്. ഹിന്ദുസേനയുടെ നേതാക്കളെല്ലാം പല തലങ്ങളിൽ BJPയും RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരു ഉദാഹരണം RSSന്റെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് MS കുമാറിന് അറിയുമായിരിക്കും. പക്ഷെ ഞാനത് പഠിച്ചൊരാളെന്ന് എനിക്കറിയാം. RSS അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതാത് ഘട്ടങ്ങളിൽ ഇഷ്ടംപോലെ സംഘടനകളെ പടച്ചുണ്ടാക്കുന്ന ആളാണ്. ഹിന്ദു രാഷ്ട്രദൾ ഗാന്ധി വധത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ്. അതൊരു പത്രത്തിൻ്റെ, ഹിന്ദു രാഷ്ട്രദൾ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ പേരിൽ ഗാന്ധി വധത്തിന് ആവശ്യമായിട്ടുള്ള മിലിറ്റന്റുകളെ കോർഡിനേറ്റ് ചെയ്യുകയും അതിൻ്റെ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തുകയും ചെയ്ത സംഘടനയാണ്. മിസ്റ്റർ ഗോഡ്സെയും നാരായണ ആപ്തയും ഈ ഹിന്ദു രാഷ്ട്രദളിൻ്റെ ആളാണ്. ഈ ഹിന്ദു രാഷ്ട്രദൾ പത്രം ആരംഭിക്കാൻ ആരാണ് ഫണ്ട് നൽകിയത്? അതിൻ്റെ മൂലധന നിക്ഷേപം നടത്തിയ ആളാരാണ്? ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദാംശങ്ങളോടുകൂടി ഗാന്ധിവധം അന്വേഷിച്ച ജീവൻലാൽ കപൂർ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വലിയ രോഷം വരുമ്പോ ഞങ്ങളല്ല, ഗോഡ്സെക്ക് RSSുമായി യാതൊരു ബന്ധവുമില്ല. ഗോഡ്സെയുടെ സഹോദരൻ ഗാന്ധി വധക്കേസിൽ പ്രതിയായ ഗോപാൽ ഗോഡ്സെ നാഗപ്പൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഗോഡ്സെ നാത്തുറാം സംഘം പ്രവർത്തകനായിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നാത്തുറാം ഗോഡ്സെ RSS അല്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന ആളുകളാണ് അവർ. അതുപോലെ തന്നെ ഈ യെച്ചൂരിയെ ആക്രമിച്ച AKG സെന്ററിൽ കയറിയ ആളുകൾ ഞങ്ങളുമായി ബന്ധമില്ല, ഏതോ ഹിന്ദുസേനക്കാർ. എന്നിട്ടോ ഫേസ്ബുക്കിൽ എന്താ ന്യായീകരണം? യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ നടത്തിയിരിക്കുന്ന രാജ്യദ്രോഹപരമായ പ്രസ്താവനകൾ ഇത്തരം സംഭവങ്ങൾക്ക് വഴിവെക്കും. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഹിന്ദുസേനാ ക്രിമിനലുകളെ RSSും BJPയും ന്യായീകരിക്കുകയാണ്. RSS ഓരോ കാലഘട്ടത്തിലും തങ്ങൾക്ക് ആവശ്യമുള്ള സംഘടന ഉണ്ടാക്കും. രാമായണത്തിലെ മായാരാക്ഷസന്മാരെ പോലെയാണ് അവർ. പിടിക്കാൻ കിട്ടില്ല. മായാവിദ്യകളിലൂടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നവരാണ്. ശ്രീ A. സജീവൻ, ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്നത് പോലെ നാഥുറാം ഗോഡ്സെയിൽ നിന്ന് തുടങ്ങി പല പേരുകളിലൂടെ നമുക്ക് കടന്നെത്താൻ സാധിക്കും. ഡൽഹിയിൽ കണ്ട വിഷ്ണു ഗുപ്തയെ പോലെയുള്ള AKG ഭവൻ ആക്രമിച്ച ഹിന്ദുസേന പ്രവർത്തകരിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതാ ഏറ്റവും ഒടുവിൽ ഇന്ന് വന്ന വെളിപ്പെടുത്തലുകളിലൂടെ കുപ്പി സുബീഷ് പറഞ്ഞ ചില കാര്യങ്ങൾക്കും ഇതേ നിരയിൽ തന്നെ ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനും സാധിക്കും. ഇതൊക്കെ CPM പറയുന്നത് പോലെ ഒരു ആസൂത്രിത സൂത്രത്തിന്റെ തുടർച്ചയാണോ? MS കുമാറും KTയും രണ്ട് പാർട്ടിയുടെ ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ന്യായീകരിക്കാനായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവും. ഞാനിവിടെ കാണുന്നത് ഇപ്പോൾ യെച്ചൂരിയെ ആക്രമിച്ച കേസ്, AKG ഭവനിലേക്ക് കടന്നുള്ള ഈ അതിക്രമത്തിൻ്റെ പ്രശ്നം, അതിനെ CPM സ്വാഭാവികമായിട്ടും എതിർത്തിട്ടുണ്ട്, അതിനെ അപലപിച്ചിട്ടുണ്ട്, ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കേണ്ടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിൻ്റെ വളരെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെ, പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുവിധ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായിട്ട് പ്രതികരിച്ചപ്പോൾ BJPയുടെ നേതാക്കന്മാരുടെ പ്രതികരണം, അത് സോഷ്യൽ മീഡിയയിൽ വന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ ചർച്ചകളിൽ പോലും പലരും പറഞ്ഞിട്ടുണ്ട്, ഇതായിരുന്നു യെച്ചൂരിയും മറ്റും നടത്തുന്ന രാജ്യദ്രോഹപരമായ നടപടികളോട് ഉള്ള പ്രതികരണമാണ് ഇത് എന്ന്. ഞങ്ങളുടെ ആളുകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നെങ്കിൽ പോലും എന്തിനാണ് ഇത് ന്യായീകരണം? ഇവിടെ അക്രമം നടത്തി ഒരു പാർട്ടി ഓഫീസിൽ ആലോചിക്കേണ്ടത് MS കുമാറിൻ്റെ പാർട്ടിയായ BJPയുടെ ഡൽഹിയിലെ കാര്യാലയത്തിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവിടെയുള്ള ദേശീയ പ്രസിഡന്റിനെ അമിത്ഷായെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. വെറുതെ വിടുമോ? അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുമോ? അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ, എങ്ങനെ അതിനെ അപലപിക്കുമോ അതേ രീതിയിൽ അപലപിക്കേണ്ടതായിരുന്നു ഇത് നിങ്ങളുടെ ആളുകളല്ലെങ്കിൽ. പക്ഷേ ഇവിടെ ഇതിനെ പറയുന്നത് യെച്ചൂരിയെ രാജ്യദ്രോഹം ചെയ്തു, അതുകൊണ്ടുള്ള സ്വാഭാവികമായ പ്രതികരണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അത് കേൾക്കുന്ന എന്നെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് തോന്നുക ഇതിലെന്തോ ഒരു താല്പര്യമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ
AK ആന്റണി പ്രതികരിച്ച പോലെ മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും CPM-ൻ്റെതല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും CPM വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതികരിച്ച പോലെ ശക്തമായിട്ട് പ്രതികരിക്കാമായിരുന്നു. കാരണം ഒരു പാർട്ടി ആ സ്ഥാനത്ത് ചെന്ന് ചെയ്യുന്നത് ഇപ്പോൾ സോണിയാഗാന്ധിയെ, അമിത്ഷായെ, അങ്ങനെയുള്ള ഓരോ സുധാകർ റെഡ്ഡിയെ ഇവരെയൊക്കെ ആക്രമിക്കുന്നത് പോലെയാണ് ഈ യെച്ചൂരിയുടെ കാര്യത്തിലുള്ളത്. അവർ വേറെ പ്രശ്നമില്ല, അവരുടെ PB യോഗം കഴിയുന്നു, അതിനെക്കുറിച്ച് പ്രസ് ബ്രീഫിംഗ് നടത്തുന്നു, നടത്താൻ പോകുന്നു, അതിനിടയിലാണ് ഈ ആക്രമണം ഒരു ഓഫീസിനകത്ത് കയറിയിട്ട്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് എന്തോ താല്പര്യമുണ്ട് എന്ന തോന്നൽ സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകും. ഇവിടെ കുപ്പി സുധീഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. കുപ്പി സുധീഷിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. അദ്ദേഹം വെളിപ്പെടുത്തിയത് തല്ലിയിട്ടാണോ കൊന്നിട്ടാണോ ഒക്കെ കാര്യം പരിശോധിക്കാവും. നമ്മളിപ്പോൾ ഇവിടെ അഭയ കേസ് എങ്ങനെയാണ് തെളിയിച്ചത്? ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI ഈ 3 ഏജൻസികളും അന്വേഷിച്ചിട്ടും ഒരു കുറ്റവാളിയെപ്പോലും കണ്ടെത്താനാവാത്ത കോടതിയുടെ നിർബന്ധപൂർവമായിട്ടുള്ള നടപടി കൊണ്ട് CBIക്ക് അവസാനം ബ്രെയിൻ മാപ്പിംഗ് നടത്തേണ്ടി വന്നു. അങ്ങനെയാണല്ലോ ഈ ആളുകളെ, ഈ പൂക്കയിലിനെ പോലുള്ള ആളുകളൊക്കെ ആണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലായത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ തെറ്റാണോ ശരിയാണോ എന്ന് അങ്ങനെ കണ്ടെത്താം. എന്തുകൊണ്ട് BJP നേതാക്കന്മാർ അങ്ങനെ ഒരു കാര്യം വേണമെന്ന് പറയാതിരിക്കുന്നു? അതൊക്കെ ഇതാണ് സംശയങ്ങൾ വഴിവെക്കുന്നത്. സ്വാഭാവികമായിട്ടും CBI അന്വേഷിച്ചിട്ടുണ്ടാവാം, ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാവാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇപ്പോഴൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ആ വെളിപ്പെടുത്തലിൽ സത്യാവസ്ഥ എന്താണെന്നറിയാൻ അത് ഒരിക്കൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല BJP-കാരാണെന്നൊന്നും. പക്ഷേ ഞാൻ അറിയണമല്ലോ, എന്നെപ്പോലെയുള്ള ഈ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, ഏതെങ്കിലും ഒരു ചായ്വില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കണമല്ലോ എന്താണ് സംഭവിച്ചുള്ള കാര്യം. അതിന് വഴിവെക്കുന്നതിന് എന്താണ് തെറ്റ്? ശരി, അപ്പോൾ കൃത്യമായി അറിയേണ്ടത് അതുതന്നെയാണ്. ഈ BJP-യുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവരുടെ ആ സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെ ഈ ആക്രമണ പരമ്പരകൾ നടക്കുമ്പോൾ പ്രതികരിക്കുന്നത് പ്രതികരിക്കേണ്ട നിലയിൽ തന്നെയാണോ? ഒപ്പം ഈ കുപ്പി സുബീഷിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലിനെ ഒന്നുകൂടി അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് BJP ഭയക്കുന്നുണ്ടോ? ശ്രീ MS കുമാർ, അപ്പോൾ കൃത്യമായി ഉത്തരം പറയേണ്ടത് ഇപ്പോഴും BJP തന്നെയാണ്. ഈ അമിത്ഷായുടെ തന്ത്രങ്ങളാണോ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം? നേരത്തെ ഉണ്ടായ ഈ ഫസൽ വധക്കേസിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ പുനരന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉറച്ച നിലപാടെടുക്കുന്നില്ല? അമിത്ഷാ പറഞ്ഞിട്ടാണോ ലാലെ BJP-യുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ബോംബെറിഞ്ഞത്? അമിത്ഷാ പറഞ്ഞിട്ടാണോ നിങ്ങൾ ബാലുശ്ശേരി BMS ഓഫീസ് അടിച്ചു തീർത്തത്? വടകരയിലെ RSS കാര്യാലയം അടിച്ചു തീർക്കാൻ അമിത്ഷാ പറഞ്ഞോ? ഇതൊക്കെ ആദ്യം ആരും ചെയ്തത്? കേരളത്തിലുടനീളം അക്രമം വിട്ടില്ലേ നിങ്ങൾ ഡൽഹിയിലെ സംഭവത്തിൻ്റെ പേരിൽ? ഡൽഹിയിലാണ് നടന്ന സംഭവത്തിൽ BJP-ക്കോ RSS-നോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് അതിന്റെ നേതാക്കന്മാർ ആണയിട്ട് പറയുന്നു. പങ്കെടുത്തവർ പറയുന്നു ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന്. ഇത് നമ്മൾ ആദ്യം തുടങ്ങിയ ചർച്ചയാണിത്. ആ കാര്യത്തിലാണ് എനിക്ക് ചോദിച്ചു പോകേണ്ടി വരും. അത് സമയം തരുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാകരുത്. അത് ഇത്രയും നേരം നമ്മൾ തുടർന്നതുമാണ്. ഈ അമിത്ഷാ കൃത്യമായി ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, നരേന്ദ്രമോദി പതിവ് തെറ്റിച്ച് ഈ കാര്യത്തിൽ ഒരു മൗനം മുറിച്ചിരുന്നുവെങ്കിൽ, അപലപിച്ചിരുന്നു എങ്കിൽ, ഇവിടെ ഇപ്പോൾ സജീവനൊക്കെ അതാണ് ചൂണ്ടിക്കാട്ടിയത്, അത്തരത്തിൽ ഒരു കൃത്യം നടക്കേണ്ടതായിരുന്നില്ലേ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന്, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ തലപ്പത്തു നിന്നും? അല്ല, അതൊക്കെ നിങ്ങൾ ഒരു വാശി വെച്ച് ആര് പ്രതികരിക്കണം, എങ്ങനെ BJP അന്നത്തെ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്. RSS-ന്റെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ശക്തിയായി അപലപിച്ചിട്ടുണ്ട്. വേറെ എന്ത് അപലപനീയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ശക്തിയായി അപലപിച്ചിട്ടുണ്ട്. ഈ രണ്ട് ആളുകളെ ഇപ്പോൾ BJP-യുടെ അധ്യക്ഷനെ ഈ രീതിയിൽ പാർട്ടി ഓഫീസിൽ കയറി അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവിടെ കയറി പ്രതിഷേധിച്ചാൽ, അയാൾ അന്നത്തെ ദിവസം ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന കുറ്റമായിരിക്കുമോ പോലീസ് ചാർത്തുക? അല്ല, ശ്രീ സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഓഫീസിൽ കയറി എന്നുള്ളത് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ ആക്രമിച്ചില്ല എന്ന്. പിന്നെ നിങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവമാനിക്കരുത്. ശ്രീ MS സീതാറാം യെച്ചൂരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ മുഖവിലേക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും സീതാറാം യെച്ചൂരിയും CPM ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അല്ല, കേരളത്തിൽ എന്ത് നടക്കുന്നു? കേരളത്തിൽ തുടങ്ങിയതാരാ ഇപ്പോൾ ഈ അക്രമം തുടങ്ങിയത്? ഡൽഹിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള സ്വാഭാവിക പ്രതികരണം ഇവിടെ ഉണ്ടാകാം. ഡൽഹിയിൽ നടന്നിട്ടില്ല എന്നാണ് ഈ കാര്യങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉദ്ദേശം അതാണോ? അതായത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായി, അതിന്റെ പേരിൽ കലാപം ഉണ്ടാകണം, ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ടോ എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിൽ ഏതെങ്കിലും 2 ക്രിമിനലുകൾ കാണിച്ചതിന് വേണ്ടി കേരളത്തിലെ BJP RSS കാര്യാലയങ്ങൾ എന്ത് പഴിച്ചു? നിങ്ങൾ അവിടെ ആക്രമിക്കണം. ഇവർ ഏത് ക്രിമിനലാണെന്നൊക്കെ അന്വേഷിക്കണം, അറസ്റ്റ് ചെയ്യണം, നടപടിയെടുക്കണം. ഡൽഹി പോലീസ് ആരുടെ കയ്യിലാണ്?
പോലീസ് അത് കയ്യിലാണെന്ന് പറഞ്ഞിട്ട് അതാണോ പോലീസ്? അവർ നടപടി എടുക്കട്ടെ. അല്ല, ഇപ്പൊ ഫസലിന്റെ കാര്യത്തിൽ അന്ന് അന്വേഷിച്ച കോടിയേരി മറുപടി പറയണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അല്ല, കോടിയേരി ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് ഈ പോലീസ്, ഡൽഹി പോലീസ്. അതിന്റെ മറുപടി അപ്പൊ ആരാണ് പറയേണ്ടത്? രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശ്രീ കാരായി രാജൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരാണ് രാഷ്ട്രീയം പ്രേരിപ്പിച്ചതെന്ന്. ഒരു പ്രതികരണം ആയിരുന്നില്ല ശ്രീ എം എസ് കുമാർ. അതിന് ശ്രീ കാരായി രാജൻ മറുപടി പറഞ്ഞില്ല, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ മറുപടി പറഞ്ഞില്ല. എന്താ പറയാത്തവര്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ 7 DYSP കുഞ്ഞിക്കണ്ണനോട് അതിന്റെ മറുപടി ചോദിക്കാം. എനിക്ക് അങ്ങ് തരേണ്ട മറുപടി എന്താണ് വേണ്ടത്? ഈ ഡൽഹി പോലീസ് കൃത്യമായി ഈ കാര്യത്തിൽ ഈ ക്രിമിനലുകളെ കുറിച്ച് അന്വേഷണം നടത്തുകയും അവരെ കൃത്യമായി ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? അതിന്റെ വകുപ്പ് അനുസരിച്ച് ഉണ്ടായിരിക്കില്ല. എന്ത് വകുപ്പാണ് അതിക്രമമായി കടന്നു കയറി എന്നുള്ളതാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അമിത്ഷാ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇതേ ഗുണ്ടകൾ അവിടെ വന്ന് പ്രതിഷേധിച്ചാലും ഇത് തന്നെയാണോ ചെയ്യുക? പ്രതിഷേധത്തിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഈ സ്വഭാവത്തിൽ എന്താണ് മയപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയത്? അതൊക്കെ ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ഡൽഹി പോലീസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, ഡൽഹി പോലീസ് ഇങ്ങനെ ചെയ്തില്ല, നരേന്ദ്രമോദിയുടെ കീഴിലുള്ളതല്ലേ ലാലെ? ഡൽഹിയിലെ പോലീസ് എന്തുകൊണ്ട് ആ വകുപ്പ് ചുമത്തിയില്ല എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും നിങ്ങൾ നിശ്ചയിച്ചാൽ മതിയോ? കേരളത്തിലെ BJPയുടെ വക്താവാണ് ശ്രീ എം എസ് കുമാർ. അതുകൊണ്ട് ഡൽഹിയിൽ നടന്ന ത്രിപുരയിൽ മാത്രമുള്ളതെന്ന് നിങ്ങൾ കളിയാക്കുന്ന വെസ്റ്റ് ബംഗാളിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ CPM-നെയാണ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും ശ്രീ എം എസ് കുമാർ. അല്ല, ഡൽഹിയിൽ ഒരു ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതിനപ്പുറം അവർക്കെതിരെ എന്ത് ചാർജ് ചെയ്യും? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ കാര്യങ്ങളാണ് എന്നുള്ള നിലയ്ക്കാണ് BJP ഇപ്പോഴും അതിനെ കാണുന്നത്. ആ നിലയ്ക്ക് ഇനി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അവസാനിച്ചോളും എന്ന് കരുതാൻ സാധിക്കുമോ CPM-ന്? അല്ല, ഞാൻ MS കുമാർ പറഞ്ഞ കാര്യത്തിന് ആദ്യം മറുപടി പറഞ്ഞോട്ടെ. MS കുമാറെ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഫസൽ കേസ് അന്വേഷിച്ചത്. പക്ഷേ കോടിയേരി ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് മാത്രം കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായ ആ കേസ് അന്വേഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. RSS എങ്ങനെയാണോ NDF-നെ ഇപ്പോഴത്തെ STP-യെ സ്വാധീനിച്ചത് അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പൂച്ച പുറത്തു ചാടും. RSS-ഉം NDF-ഉം തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ CPM-നെ ടാർഗറ്റ് ചെയ്യുന്ന ഈ അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ MS കുമാർ പറയുന്നത് CPM ആക്രമണം നടത്തുന്നു എന്നാണ്. ഡൽഹിയിലെ സംഭവത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും സമാധാനപരമായാണ് നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും BJP ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായോ? നിങ്ങൾ ആദ്യമായിട്ട് വടകരയിലെ CPM ഓഫീസ് എന്ന് പറയുന്നത് MK കേളു എന്ന് പറയുന്ന മലബാറുകാർ സ്നേഹത്തോടെ കേളുവെട്ടൻ എന്ന് വിളിക്കുന്ന കേളുവെട്ടൻ സ്മാരക മന്ദിരമാണ്. നവോത്ഥാന നായകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് കേളുവെട്ടൻ. ആ കേളുവെട്ടൻ സ്മാരക മന്ദിരമാണ് നിങ്ങൾ എറിഞ്ഞു തകർത്തത്. അതിനുശേഷമാണ് വടകരയിൽ നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ചാലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് ആക്രമിക്കാൻ പാടില്ല എന്ന നിലപാടാണ് CPM-നുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് ആക്രമിക്കുന്നത് സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. MS കുമാർ എന്താണ് പറയുന്നത്? എന്തിന്റെ പേരിലാണ് ഇന്നലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത്? ജില്ലാ സെക്രട്ടറി സഖാവ് മോഹൻ മാഷ് തിരുവനന്തപുരത്തെ ജില്ലാ ഓഫീസ് എന്താണെന്ന് MS കുമാറിന് അറിയോ? തിരുവനന്തപുരത്തെ ജില്ലാ ഓഫീസ് ആക്രമിച്ചത് ഗൂഢാന്മാർ ഈ ഗുഹാജീവികളെ പോലെ ഇരുട്ടിൽ ചെന്ന് ഫറൂഖിലെ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് തകർത്തു. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു ബഹുജന പ്രസ്ഥാനത്തിലെ ഓഫീസ് രാത്രി ഇരുട്ടിൽ കടന്നു ചെന്ന് ആക്രമിക്കാൻ നിങ്ങൾ എന്തിനു നിർദ്ദേശം കൊടുക്കുന്നു? തിരുവനന്തപുരത്തെ BJP ഓഫീസ് ആക്രമിച്ചത് ബോംബെറിഞ്ഞത് ഈ സംഭവമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണോ? തിരുവനന്തപുരത്തെ BJP ഓഫീസ് ആക്രമിച്ചത് നടത്തുക, പ്രകോപനം സൃഷ്ടിക്കുക. ബാലുശ്ശേരിയിലെ VMS ഓഫീസ് ആക്രമിച്ചത്, ഇത് വടകരയിലെ RSS ഓഫീസ് ആക്രമിച്ചത്, പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉണ്ടായാൽ അത് പലരും അതിന്റെ ഭാഗമായി കാണുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, തിരുവനന്തപുരത്ത് BJP ഓഫീസ് ആക്രമിച്ചത് കൊണ്ടാണ് കോഴിക്കോട്ട് സംഭവിച്ചത് എന്ന് കാണണം എന്നാണ് MS കുമാർ ഞാൻ പറഞ്ഞില്ല വായിച്ചെടുക്കേണ്ടത്. അല്ലല്ല, അങ്ങനെ നിങ്ങൾ വായിക്കണ്ട. ഞാൻ പറയാത്ത കാര്യമൊന്നും വായിക്കണ്ട. ഞാൻ ചോദിച്ച തിരുവനന്തപുരത്തെ BJP ജില്ലാ ഓഫീസ് ആക്രമിച്ചതിന് ബാലുശ്ശേരിയിലെ ഓഫീസ് ആക്രമിച്ചത്, വടകര കാര്യാലയം ആക്രമിച്ചത് അന്വേഷിക്കണം. തിരുവനന്തപുരത്തെ BJP ഓഫീസിൽ ബോംബ് എറിയുന്നതിന് 2 മണിക്കൂർ മുമ്പ് 8:30ക്കാണ് ബോംബ് വീഴുന്നത്. അതിനു മുമ്പ്
ഒരു BJP യുവനേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വിവാദമായിരിക്കുക. വി മുരളീധരന്റെ സ്വന്തക്കാരൻ എന്ന് പറയുന്ന ഈ യുവനേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വിവാദപരമായിരിക്കുക. അതടക്കം അന്വേഷിക്കണം. BJP ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. RSS നാഗപ്പൂർ രൂപം കൊണ്ടതിന്റെ ചരിത്രം നമുക്കറിയാം. MS കുമാറിനും അറിയാം. എങ്ങനെയാണ് ക്ഷേത്രോത്സവങ്ങൾ കേന്ദ്രീകരിച്ച് കലാപം സംഘടിപ്പിച്ചത്, മുസ്ലിം വിരുദ്ധതയുണ്ടാക്കിയത്, മറാത്തി ബ്രാഹ്മണർക്കിടയിൽ എങ്ങനെയാണ് RSSനെ പോലുള്ള ഹിന്ദു സൈന്യത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത്. കലാപങ്ങളിലൂടെ സംഘടന ഉണ്ടാക്കുന്നവരും വളരുന്നവരുമാണ് RSS. അത് കേരളത്തിൽ നടത്താൻ CPM അനുവദിക്കില്ല, ഇടതുപക്ഷ പ്രസ്ഥാനം അനുവദിക്കില്ല. മാന്യ സുഹൃത്തെ, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ഇതൊക്കെ അറിയാം, അവരിതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളല്ല നടക്കുന്നതെന്ന്. അത്ര ഇനഫിഷ്യന്റ് ആയിരുന്നോ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരള ആഭ്യന്തരമന്ത്രി? ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു നിൽക്കാമായിരുന്നു. രാജ്യത്ത് നടക്കുന്ന മറ്റു കലാപങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പോലീസും പട്ടാളവും ഒക്കെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒറ്റ ഉദാഹരണം ഈ ഡൽഹിയിലെ AKG ഭവനിലേക്ക് നിങ്ങൾ കൃത്യമായി ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയിരുന്നുവെങ്കിൽ പറയാമായിരുന്നു നിങ്ങളുടെ പോലീസിനെ പോലെ ഇതാ ഇവിടെയും പ്രവർത്തിക്കണം എന്ന്. അപ്പോൾ പോലീസിൽ നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ സംശയിച്ചതുപോലെയുള്ള എലമെന്റുകൾ ഉണ്ട് എല്ലാ കാലത്തും എന്നുള്ളത് പറയേണ്ടി വരും. അല്ലേ, ഒരു കാര്യം, നമ്മൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. രാജ്യത്ത് ഇതെല്ലാം നിയമമുണ്ട്. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. ശ്രീ സീതാറാം യെച്ചൂരി പോലും പറഞ്ഞു എന്നെ ആരും ആക്രമിച്ചിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ആകെ ചെയ്യാവുന്ന ചാർജ് എന്താ? അവർ അവരുടെ പാർട്ടി ഓഫീസിൽ കയറി. ആ കയറിയതിന് വലിയ ക്രിമിനൽ കുറ്റമാണോ? പോലീസ് അറസ്റ്റ് ചെയ്തു. എവിടുന്നാണ് ആര് സീതാറാം യെച്ചൂരി വന്ന് നിങ്ങൾക്ക് എഴുതി തന്നോ അവിടെ കയറിയെന്ന്? ഞാൻ തിരിച്ചു വരാം. സജീവൻ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പാർട്ടി ഓഫീസുകൾ ആക്രമണത്തെ കുറിച്ച് ഒരു ട്രോൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് നമ്മൾ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഇതുവരെ ബോംബ് എറിഞ്ഞില്ലേ എന്നാണ് ഒരു ട്രോൾ ഞാൻ കണ്ടത്. അപ്പൊ ഈ രീതിയിലേക്ക് ബോംബെറിയുന്ന തമാശ ഇപ്പോൾ എല്ലാ ജില്ലകളിലും പടരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് അമിത്ഷാ കേരളത്തിൽ നിന്ന് പോയതിന് ശേഷമുണ്ടായ ഒരു സംഭവ വികാസമാണ് എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് കൊണ്ട് തള്ളിക്കളയേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും തള്ളിക്കളയേണ്ടില്ല. കാരണം അമിത്ഷാ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അമിത്ഷാ പോയ സ്ഥലങ്ങളിലൊക്കെ അക്രമങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇവിടെ അമിത്ഷാ അങ്ങനെ ആക്രമണത്തിന് വഴിമരുന്നിട്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള MS കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കൊക്കെ വളരെ കർക്കശമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നുള്ള കാര്യം നമുക്കറിയാം. ഞാൻ നവംബറിൽ വരുമ്പോഴേക്കും ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഇതേ രീതിയിൽ ഇവിടെ കിട്ടുന്ന വോട്ടുകളുടെ ഷെയർ കൂടി 15% ഷെയർ കിട്ടി എന്നുള്ളതൊന്നും അല്ല പ്രശ്നം, ഇവിടെ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് സീറ്റ് കിട്ടുന്നതിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ നേതൃത്വത്തിൽ ആരും ഉണ്ടാവില്ല. ഞാൻ കേട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, കേട്ടില്ല. പക്ഷേ വാർത്തയായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ 2 സീറ്റെങ്കിലും 2019 കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് 20 സീറ്റ് ആഗ്രഹിച്ചേക്കാം. പക്ഷേ 1-2 സീറ്റെങ്കിലും കിട്ടിയേ തീരൂ എന്നുള്ളൊരു കഠിനമായുള്ളൊരു പ്രശ്നത്തിന് മുമ്പിലാണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പഴയതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും പോരാ. ഒരു കാലത്ത് നമുക്കറിയാമല്ലോ BJPയുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു. അതേപോലെ ഒന്നും പോരാ. ഇനി ശക്തമായിട്ടും നടപടികൾ ഉണ്ടാവും എന്നറിയുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോയേ മതിയാവും. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നത്തിന് അപ്പോൾ അതായത് BJP മറ്റു സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചത് എന്ന് നമ്മൾ കാണുന്ന അമിത്ഷായുടെയൊക്കെ നേതൃത്വത്തിൽ ഗുജറാത്തിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഉത്തർപ്രദേശിലുമൊക്കെ നടപ്പിലാക്കിയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്ന രീതിയിൽ ഇനിയിപ്പോൾ കേരളത്തിൻ്റെ തനതായ ശൈലിയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോയാൽ പോരാ, ഇവിടെ ചിലതൊക്കെ സംഭവിച്ചാൽ മാത്രമേ ഈ ധ്രുവീകരണം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഈ പാർട്ടി ഓഫീസുകൾ കയറിപ്പോലും ആക്രമിച്ചാൽ പോലും കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ തുടക്കം, അതിൻ്റെ ഒരു സൂചന അതാണോ ഡൽഹിയിൽ കണ്ടത്? എന്തായാലും ഇപ്പോൾ സംഭവിപ്പിക്കുക എന്നുള്ളത് ഞാൻ ലാല് പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ നേട്ടമുണ്ടാക്കിയേ തീരൂ. അതിനെന്ത് വില കൊടുത്ത് നേട്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സ്വാഭാവികമായിട്ടും പഴയതുപോലെയല്ല. പണ്ട് കാലത്ത് BJPക്കെതിരെ വോട്ട് വിറ്റ ആരോപണങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും പറ്റില്ല. ഇനി ശക്തമായി മുന്നോട്ടേക്ക് പോകണം. ഒരു നിയമസഭാ സീറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം പോരാ എന്നവർക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ധ്രുവീകരണം, നേരത്തെ ലാല് പറഞ്ഞ വാക്ക് ധ്രുവീകരണം ഇവിടെ അത്യാവശ്യമാണ്.
അതിവിടെ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അത് സൂസാപ്പാക്യമൊക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വേണ്ടത്ര റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ പരമാവധി ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടത്തണം. അതിന് സ്വാഭാവികമായും കിട്ടേണ്ടത് BJP CPM-ൻ്റെ അകത്തോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തോ ഉള്ള വോട്ടുകളാണ്. അവിടെ നിന്ന് ഒരു ഒഴുക്കുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തെല്ലാം സാധ്യതകളുണ്ട് അതൊക്കെ നടത്തും. അതിൻ്റെ ഭാഗമാണോ അല്ലെന്ന് അറിയില്ല. എന്തായാലും ഈ പറയുന്ന നേരത്തെ തിരുവനന്തപുരത്തെ BJP ഓഫീസിനും നേരെ നടന്ന ആക്രമണം, അത് ഇപ്പോഴും ആരാണ് CPM-കാരാണ് എന്നിതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അക്രമം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ യെച്ചൂരിക്കെതിരെ നടന്ന ഒരു ആക്രമണത്തിൻ്റെ പേര് അല്ലെങ്കിൽ AKG ഭവന് നേരെ കയ്യേറ്റത്തിൻ്റെ പേരുണ്ടായൊരു പ്രശ്നത്തിനെ കുറിച്ച് ഉള്ളൊരു അപലപനീയമായ സംഭവം ഉണ്ടായിട്ട് പോലും അതിനൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് പിന്നീട് ഇവിടെ കേരളത്തിലുണ്ടായുള്ള പ്രതികരണങ്ങളും ഹർത്താലുമൊക്കെ CPM അക്രമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു പ്രശ്നം ഇപ്പോഴും BJP-യുടെ ഓഫീസ് ആക്രമണം എന്തിൻ്റെ പേരിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ദുരൂഹമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഒരു നിമിത്തമായിട്ട് എടുത്തുകൊണ്ട് CPM-കാർ തന്നെ ചെയ്താണെങ്കിൽ പോലും അതൊരു നിമിത്തമായി എടുത്തുകൊണ്ട് പിന്നീട് എല്ലാ സ്ഥലവും കൊണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ആ ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹർത്താലാണ്. ഇന്നലെയും ഇന്നും നാളെയും അവിടെ ഹർത്താലാണ്. 3 ദിവസം തുടർച്ചയായിട്ട് ഹർത്താൽ നടക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഞങ്ങൾ അവിടെയുള്ള ആളുകളൊക്കെ എന്ത് പഴിച്ചു? അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വാഭാവികമായിട്ടും CPM-ൻ്റെ ഭാഗത്തും ഇതേപോലെ CPM ശരിക്കും ഇവിടെ ആ അക്രമത്തിന് മറ്റൊരു ആക്രമണം നടത്തുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കേണ്ടവരാണ്. പക്ഷേ അവരും ഇതിന് കൂടെ പോകുന്നു. ഈ 2 അക്രമങ്ങളുടെ പേരിൽ ഇവിടെ നാട്ടുകാർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു. അപ്പോഴും നേട്ടം BJP-ക്കാണ്. ഈ ഒരു ധ്രുവീകരണം BJP-ക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശരി, എന്തായാലും ട്രോൾ അനുസരിച്ചാണെങ്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ബോംബ് വീഴുക എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ശ്രീ സജീവൻ കാത്തിരിക്കുക, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും ഈ കാര്യത്തിൽ ആരാണ് കൃത്യമായ നിലപാട് പറയേണ്ടത്? BJP-ക്ക് ഈ രീതിയിൽ ഒഴുക്കൻ മട്ടിൽ ഈ കാര്യങ്ങളെ തള്ളി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ശ്രീ MS കുമാർ, BJP ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് എന്ന് പറയാൻ കാരണം സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം BJP-ക്ക് ഉണ്ട് എന്നാണ് ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പരാതിപ്പെട്ടത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് BJP-യുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം. അത് 2016-ൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ദിനം മുതൽ ഇങ്ങോട്ടുള്ള കഥകൾ പരിശോധിച്ചാൽ അത് BJP ഒരു ഭാഗം BJP-ആണ് എന്നുള്ളത് എന്തായാലും സമ്മതിക്കേണ്ടി വരും. അക്കാര്യത്തിൽ ഇപ്പോൾ നിസാരവൽക്കരിച്ചുകൊണ്ട് ഈ AKG ഭവൻ സംഭവങ്ങളെ പോലെയുള്ളതിനെ കാണുമ്പോൾ തികച്ചും കലാപം ഉണ്ടാക്കുന്നതിലൂടെ വോട്ടുണ്ടാക്കുക എന്ന ഒരു ഉത്തരേന്ത്യൻ മാതൃക കേരളത്തിൽ പരീക്ഷിക്കുന്നതിൻ്റെ തുടക്കമാണോ എന്ന് സാധാരണ കേരളീയർ സംശയിച്ചാൽ അതിൽ തർക്കിക്കേണ്ടതുണ്ടോ? സാധാരണ കേരളീയർക്ക് അങ്ങനെയുള്ള യാതൊരു സംശയവുമില്ല ലാലെ. സംശയങ്ങളൊക്കെ നിങ്ങളുടെ ദുഷ്ടമനസ്സിലുണ്ടാകുന്നതാണ്. ക്ഷമിക്കണം എനിക്ക് അങ്ങനെ വാക്ക് പറയേണ്ടി വരുന്നതിൽ. കാരണം അമിത്ഷാ വന്നു പോയത് മുതൽ വല്ലാണ്ട് ഒരു അങ്കലാപ്പിലായിട്ടുണ്ട് നമ്മുടെ CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും. BJP-ക്ക് എത്രമാത്രം അമിത്ഷാ പോയതിനു ശേഷം അമിത്ഷാ പറഞ്ഞത് ശ്രീ സജീവൻ കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇതുവരെയും BJP നേതാക്കളെ പുറത്തേക്ക് കണ്ടിട്ടില്ല അത് പ്രതികരിക്കാൻ. അതായത് കേരളത്തിൽ ഇനിയിപ്പോൾ ഇതുപോലെ പോരാ, 2 സീറ്റുകളെങ്കിലും എന്നാണ് നിങ്ങൾ 11+ എന്ന് പറയുന്നുണ്ടെങ്കിൽ 2 സീറ്റെങ്കിലും ലോക്സഭയിൽ കിട്ടുക എന്നുള്ളതാണ്. ഇല്ലാതെ ഇനി ഒരു സ്ഥാനത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തും നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് അമിത്ഷാ പറഞ്ഞതിൻ്റെ ആ സൂചന വെച്ചിട്ടാണോ ഈ നടക്കുന്നതൊക്കെ? കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞു. അമിത്ഷായുടെ നിരവധി മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ പങ്കെടുത്ത ഒരു യോഗത്തിലും ഇവിടെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെയും ലാല് പറഞ്ഞതുപോലെയും ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെയും ഒന്നും സംഭവിച്ചില്ല. ഒരു പാർട്ടിക്കകത്ത് നടക്കേണ്ട കാര്യങ്ങൾ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് യഥേഷ്ടം അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം. അമിത്ഷാ എന്തിനാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് വേണ്ടാന്ന് വെച്ചത്? ആര് പറഞ്ഞു കണ്ടില്ലെന്ന്? മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം ഉച്ചയ്ക്ക് കണ്ടു, ലഞ്ച് നടത്തി, ഇന്ററാക്ഷൻ. പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യമില്ലെന്ന്. കാരണം എല്ലാ പരിപാടികളിലും പങ്കെടുത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തറക്കല്ലിടാൻ വന്നപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചോട്ടെ. അമിത്ഷാ പത്രക്കാരെ നിങ്ങൾ പറയുന്ന കേട്ടാൽ അദ്ദേഹം പത്രക്കാരെ ഭയന്ന് ഓടിയതാണെന്ന് തോന്നുമല്ലോ.
അമിത്ഷാ 3 ദിവസം അല്ലാന്ന് തെളിയിക്കേണ്ടത് നിങ്ങളാണ്, BJP ആണ്, അമിത്ഷായാണ്. എന്തിന്? ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പൊതുയോഗത്തിൽ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി വർക്കേഴ്സ് അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങളോട് ശരി, പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 2 സീറ്റെങ്കിലും കിട്ടണമെന്ന് നിങ്ങൾക്ക് ഒരു താക്കീത് അവിടുന്ന് വരാൻ സാധ്യതയുണ്ടല്ലോ. 2 കിട്ടുമോ 75 കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാം. ഞാൻ ചോദിച്ചോട്ടെ, ചാനലുകൾ, ചില ചാനലുകൾ വന്നു, അദ്ദേഹമായിട്ട് അഭിമുഖം നടത്തി, കൊണ്ടുപോയി ആവശ്യമുള്ളവർ വന്ന് സംസാരിച്ച് തീർത്തു. അതല്ല വിഷയം. അമിത്ഷാ വന്നു പോയത് മുതൽ എന്തിനാണ് ഈ ഒരു വെപ്രാളം? ഏതെല്ലാം പാർട്ടി നേതാക്കന്മാർ കേരളത്തിൽ വരുന്നു, അവരെ പാർട്ടി പ്രവർത്തകരെ കാണുന്നു, സാംസ്കാരിക നായകന്മാരെ കാണുന്നു. ചോദ്യം BJPയുടെ മുതൽ അമിത്ഷാ ഇവിടെ നിന്ന് വന്നു പോയതിനു ശേഷം ഇവിടെ ചർച്ച ചെയ്തതിന്റെ തുടർച്ചയാണോ ഈ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ ഡൽഹിയിലെ AKG ഭവനിൽ ഉണ്ടായ സംഭവത്തിൽ അമിത്ഷായുടെ ഒരു പ്രതികരണം ഇതുവരെ കണ്ടില്ല. അദ്ദേഹം CPM-നെ വളരെ വില കുറച്ചാണ് കാണുന്നതെന്നുള്ളത് കേരളത്തിൽ വന്ന് അദ്ദേഹം നടത്തിയ ചില അഭിമുഖങ്ങളിലെങ്കിലും അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ നിന്നുള്ളത് നമുക്ക് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിയുടെ തലപ്പത്ത് ഈ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ യെച്ചൂരിയെ പോലുള്ള ഒരാൾക്ക് പോലും ഇവിടെ കൃത്യമായി കാര്യങ്ങൾ നടത്തി ഡൽഹിയിൽ ജീവിക്കാനാകില്ല എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? കേരളത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങളെ അപ്പോൾ തുടർച്ചയായി കാണണ്ടേ? അല്ല, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ കേരളത്തിൽ ഏകപക്ഷീയമായി അങ്ങ് BJP അക്രമം നടത്തിയതാണെന്നാണല്ലോ തോന്നുന്നത്. BJPയുടെ ഓഫീസുകൾ ആക്രമിച്ചു, BJPക്കാരെ ആക്രമിച്ചു, പിന്നെ ഞങ്ങൾ എന്താ കൈയും കെട്ടി നോക്കിയിരിക്കണോ? ശരി, അത് ശരിയാണെന്ന് ഞാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്തായിരുന്നു? അതാണ് ആ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം ഡൽഹിയിൽ ആര് നടത്തി എന്നായി പറയണ? ആരെങ്കിലും 2 പേർ എന്തെങ്കിലും അക്രമം കാണിച്ചാൽ നേരെ വന്ന് BJP ഓഫീസിലാണോ ബോംബ് എറിയേണ്ടത്? ഈ രാജ്യത്ത് യെച്ചൂരിയെ പോലെ ഒരാൾക്ക് നേരെ 2 പേർ ഇത്രയും ദിവസമായി ആക്രമണം നടത്തിയതിനു ശേഷം ഇത് ആരാണെന്ന് പറയാനും അവരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും BJPക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? കൊണ്ടുവന്നല്ലോ. ഫാസിസ്റ്റുകാർ തന്നെ നല്ലവണ്ണം പൊതിരെ തല്ലി അവരെ പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് അവരെ പിടിച്ചോണ്ട് പോകുന്നത് നമ്മൾ ചാനലുകളിലും വലിയ അനുകൂലമാണ്. അവർക്ക് 2 അടി കിട്ടി പോലീസുകാരിൽ തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നത്. കൊണ്ടുപോയല്ലോ, പോലീസ് അവരെ കൊണ്ടുപോയി. പിന്നെ നടപടികളൊക്കെ ഡൽഹി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ വേറെന്താ ഇപ്പോ ഞാൻ ചോദിക്കുന്നത്? അതിന്റെ പേരിൽ കേരളത്തിൽ നടത്തിയ അക്രമത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മിണ്ടാത്തത്? ശ്രീ MS കുമാർ, ആ കാര്യത്തിൽ കൃത്യമായ ഉത്തരമില്ലാതെയാണ് അങ്ങ് തിരിച്ച് ഈ ചോദ്യം ചോദിക്കുന്നത്. കേരള ജനത കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ശൈലിയെങ്കിൽ, ഈ ശൈലി വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഗുജറാത്ത് പോലെ ഒരു മാതൃക ഇവിടെ വോട്ടിംഗിൽ ഉണ്ടാകുമോ? എന്തുത്തരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എനിക്കറിയേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ യെച്ചൂരി സംഭവത്തിലും കോഴിക്കോട്ട് ആക്രമണത്തിലും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആക്രമണത്തിലും ഇതൊക്കെ സാധാരണ പോലെയുള്ള കാര്യങ്ങളാണ്. BJPയുമായി ബന്ധമില്ലാത്തവരാണ് ഡൽഹിയിൽ കാര്യങ്ങൾ ഇതുപോലെ സംഭവിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഈ കലാപം തുടരുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് കൃത്യമായി അതാണ് ലാഭമെന്ന് നിങ്ങൾ കരുതുന്നു? ഞാൻ എന്താ പറയണ്ടേ? 2 BJPക്കാർ ചെന്ന് യെച്ചൂരിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ലാലിനോട് പറയണം? വേണ്ട. കേരളത്തിലെ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ ഞങ്ങൾ അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണെന്ന് പറയണോ? MS കുമാർ, ഞാൻ നിശബ്ദനാകുന്നത് നിങ്ങൾ എത്രമാത്രം ലളിതവൽക്കരിക്കുന്നു ഈ കാര്യങ്ങളെ എന്ന് കാണുമ്പോഴാണ്. ഭവനിൽ കൃത്യമായി പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടതാണ്. അവിടെ യെച്ചൂരിക്ക് സംരക്ഷണം കിട്ടേണ്ടതാണ്. പോട്ടെ, 2 പേർ അവിടെ ആക്രമിച്ച് മാധ്യമ പ്രവർത്തകർ അവരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് വേണ്ട മാതൃകാപരമായ നടപടി. നാളെ ഒരാളും ധൈര്യപ്പെടരുത് BJP ഓഫീസിലേക്ക് ഇങ്ങനെ കയറാൻ, കോൺഗ്രസ് ഓഫീസിലേക്ക് കയറാൻ എന്നുള്ളത് രാജ്യത്തിന് നിങ്ങൾ സന്ദേശം നൽകേണ്ടതാണ്. അതില്ലാതെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കേരളം ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുമോ? ലാലെ, ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. PB കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിലേക്ക് സീതാറാം യെച്ചൂരി പോവുകയാണ്. സ്വാഭാവികമായും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വാർത്താ മാധ്യമങ്ങൾ, ചാനലുകളൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള വലിയ സംഭവങ്ങൾ, ജാമ്യം നിഷേധിക്കപ്പെട്ട നിങ്ങളെ കൈരളി ചാനൽ അടക്കം അതൊന്നും കാണിച്ചില്ലല്ലോ. ശ്രീ MS കുമാർ, അമിത്ഷായ്ക്ക് എന്തെങ്കിലും ഈ രീതിയിൽ ഒരു കാര്യം സംഭവിച്ചാൽ പോലും അത് നിങ്ങളെന്നല്ല ഞങ്ങളും കാണിക്കില്ല. കാരണം ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണത്. പല സീനുകളും പല കാര്യങ്ങളിലും കാണിക്കാറില്ല. മൃഗങ്ങളെ വെട്ടുന്നത് പോലും കാണിക്കാറില്ല. പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ ആളുകളുടെ വികാരത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അത്രയും മാന്യത മാത്രമേ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ കാണിച്ചുള്ളൂ. ഈ സംഭവത്തിൽ കുഞ്ഞിക്കണ്ണൻ ഇപ്പോഴും ഇതേ നിലപാടിൽ ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർ കരുതുന്നു ഇത് അവസാനത്തെ ബസ്സാണ്, അത് കേരളത്തിൽ ഗുണമുണ്ടാക്കാൻ അവർക്ക് സഹായകരമായേക്കാം എന്ന്. ഇത് ഏത് രീതിയിൽ എവിടെയൊക്കെ BJPക്ക് കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് CPM കരുതുന്നത്? കേരളത്തിൽ BJPക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല.
BJP സ്ട്രാറ്റജി ഇന്ന് തുടങ്ങിയല്ല. ഞാനിതൊരു അമിത്ഷാ പ്രതിഭാസമായിട്ട് മാത്രം കാണുന്നില്ല. ഈ കോഴിക്കോടാണ് RSSന്റെ പ്രവർത്തനം തുടങ്ങിയത്. നേരിട്ട് ഗോൾവാൾക്കർ വന്ന് അവരുടെ ഇൻസ്ട്രക്ടേഴ്സിന്റെ ക്യാമ്പിൽ പങ്കെടുത്ത് ഇവിടെ വർഗീയ കലാപത്തിനുള്ള പദ്ധതി ആവിഷ്കരിച്ച ഒരു നഗരമാണ് കോഴിക്കോട്. 1950കളിൽ ഒരു മതമാറ്റ വിവാഹവും ഇല്ലാതെ തന്നെ ഹിന്ദു സ്ത്രീകളെ മുസ്ലിങ്ങൾ മതമാറ്റി വിവാഹം കഴിക്കുന്നു എന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയും അതിൻ്റെ പേരിൽ കോഴിക്കോട്ടെ സവർണ സ്ത്രീകളെ ഇറക്കി അബലാ സംരക്ഷണ സമിതിയുടെ പേരിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും തുടർന്ന് പല സ്ഥലങ്ങളിലും ഗോവധപ്രശ്നത്തിന്റെ പേരിൽ കലാപം കുത്തിപ്പൊക്കുകയും ആ കലാപങ്ങളെയൊക്കെ നെഞ്ചുവിരിച്ച് പ്രതിരോധിച്ച് മുസ്ലിങ്ങളെ അടിച്ചോടിക്കാനുള്ള RSSന്റെ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ ശ്രമങ്ങളെ പ്രതിരോധിച്ചത് കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സഖാവ് കേളുവട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഇത് പുതിയൊരു പ്രശ്നമായിട്ട് കോഴിക്കോട്ടുകാരോ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമോ കാണുന്നില്ല. RSS എന്നും കലാപം പൊക്കി ധ്രുവീകരണം ഉണ്ടാക്കി സംഘടന കെട്ടിപ്പടുക്കാമെന്ന് വ്യാമോഹിക്കുന്നവരാണ്. ഈ അമിത്ഷാ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താ? MS കുമാർ പറയട്ടെ. അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ, കർഷക പ്രസ്ഥാനത്തിലൂടെ, തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആളാണോ? ഉപജാപങ്ങളുടെയും ഗൂഢാലോചനകളുടെയും അങ്ങേയറ്റം കുറ്റകരമായ കൊലപാതകങ്ങളുടെയും പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ തന്നെ ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഗുജറാത്തിലെ വംശഹത്യ, കേരളത്തിലും ആ രീതിയിലല്ല BJPയുടെ അധ്യക്ഷൻ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഇടതുപക്ഷത്തെ നേരിടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ശരി, ശ്രീ MS കുമാർ, ഇപ്പോൾ അമിത്ഷായെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ അക്കാര്യത്തിൽ? ഇല്ല, എനിക്ക് അക്കാര്യത്തിൽ മറുപടി ഇല്ല. പിന്നെ ഇടതുപക്ഷത്തെ നേരിടണം എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ എവിടെ പോയി നേരിടും? അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ. അല്ല, കേരളത്തിലുള്ളവർക്ക് നേരിടാൻ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും പുറത്തേക്ക് അമിത്ഷാ തരുന്നുമില്ല. കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഡൽഹിയിലേക്ക് പോകാനുള്ള അവസരം അമിത്ഷാ തന്നിട്ടില്ല. കേരളത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ളത്. ആണെങ്കിൽ ആവശ്യത്തിലധികം കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ട് താനും. നിങ്ങൾ എത്ര നിഷേധിച്ചാലും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ശ്രീ, നിങ്ങൾ എത്ര നിഷേധിച്ചാലും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ തലയുയർത്തി പറയാം. നിരവധി മാർക്സിസ്റ്റുകാർ പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേദനയും അതിന്റെ പരിഭ്രമവുമാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. MS കുമാറിന്റെ അവകാശവാദം അതാണ്. നിരവധി പേർ പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് MS കുമാറും BJPയും കരുതുന്നത്. അത് ശ്രീ സജീവന് ഏത് തരത്തിലുള്ള നിരീക്ഷണത്തിന് വക തരുന്നതാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സാമുദായിക വർഗീയ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിയതുപോലെ കേരളത്തിൽ പറ്റില്ല എന്ന് ഞാനല്ല പറയുന്നത്, അമിത്ഷായാണ്. ഇവിടെയുള്ള BJPയുടെ നേതാക്കന്മാരോട് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ന്യൂനപക്ഷത്തെ മറന്നുകൊണ്ടുള്ള പരിപാടിയിലേക്ക് പോകേണ്ട എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ഈ ഒരു വർഗീയ വിഭാഗീയമായിട്ടുള്ള ഈ പരിപാടികൾ നടപ്പാക്കാനാണ്, അതല്ലെങ്കിൽ CPMനെ എതിർത്തുകൊണ്ട്. ഇപ്പം വരേണ്ടത് കുറേ CPMകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുത്താം. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള അരുവിക്കരയിൽ കണ്ടിട്ടുള്ളതാണ്. അരുവിക്കര ഇലക്ഷൻ സമയത്ത് ഇതേപോലെ ഒരു പരിപാടി നടത്തി നോക്കി. അവിടെ ഞങ്ങളാണ് രണ്ടാം സ്ഥാനത്ത്, ഞങ്ങളും UDF തമ്മിലാണ് എന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ സാമുദായിക താല്പര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എക്കാലത്തും കേരളത്തിൽ അതേപോലെ സാമുദായികമായിട്ടൊരു ചേരിതിരിവോടുകൂടി നിൽക്കാൻ കഴിയില്ല. അവിടെ എല്ലാ ആളുകളെയും ഒരുമിച്ചെടുത്തുകൊണ്ട് അമിത്ഷാ തന്നെ പറഞ്ഞ പോലെ ന്യൂനപക്ഷത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ BJPക്ക് വളരാൻ കഴിയൂ. ശരി, അപ്പോൾ കൃത്യമായി 2 ചോദ്യങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിച്ചത്. അത് രണ്ടിനും BJPക്ക് കൃത്യമായി മറുപടി നൽകാനായോ എന്നതാണ് ഇപ്പോഴും ന്യൂസ് ആൻഡ് വ്യൂസ് സംശയിക്കുന്നത്. അതായത് ഫസൽ കൊലപ്പെട്ടത് ഈ RSSകാരുടെ കൈകൊണ്ട് തന്നെയാണെന്ന സുബീഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ മേൽ അന്വേഷണം വേണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ടോ? രണ്ടാമത്തത്, അമിത്ഷായുടെ സൂത്രമാണോ ഇപ്പോൾ ഈ കലാപഭൂമി എന്നുള്ള നിലയ്ക്ക് കേരളത്തെ എത്തിച്ചത് എന്നുള്ളതും ഉത്തരം ഇപ്പോഴും കിട്ടാതെ നിൽക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MS കുമാർ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ A സജീവൻ, ശ്രീ കാരായി രാജൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.